പ്രണയം. ACPയും കുടുംബവും അങ്ങനെ യാത്രയിലാണ്. അതെ, ACP സാറേ, എനിക്ക് വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നിന്റെ വയറ്റിലെന്തടി കൊക്കപ്പുഴുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അജു ഡ്രൈവിങ്ങിനിടയിലും കണ്ണാടിയിൽ കൂടെ അഞ്ജുവിനെ ഒന്ന് നോക്കി. അവൾ അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ച്. എന്റെ പെങ്ങളൂട്ടി, നീ ഇങ്ങനെ ചിരിക്കല്ലേ, ഫ്ലാഷ് ലൈറ്റ് അടിക്കും. അത്രയ്ക്ക് കളറാ നിന്റെ പല്ലിനിപ്പോ. ദേ അജു, പല്ലി കമ്പി ഇട്ടതുകൊണ്ടാ, അല്ലാതെ ഞാൻ പല്ല് തേക്കാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. രണ്ടും ഇനി അടി വേണ്ട. അജു, അടുത്ത ഹോട്ടൽ കാണുമ്പോൾ ഒന്ന് വണ്ടി ഒതുക്ക്. ആയിക്കോട്ടെ രാജമാതെ, അവിടുത്തെ ആജ്ഞ പോലെ. അനു ഭയത്തോടെ തന്നെ അഗ്നിയുടെ മുറിയിലേക്ക് കയറി. അവളുടെ ശരീരം മുഴുവൻ വേദന, തളർച്ച, അതിലുപരി അവനോടുള്ള ഭയത്തിൽ വിറച്ചുകൊണ്ടിരുന്നു. എന്നാൽ കട്ടിലിൽ അനുവിനെയും കാത്തിരുന്ന അഗ്നിയുടെ കണ്ണുകൾ സെറ്റ് സാരി ഉടുത്ത് തനിക്ക് മുൻപിൽ നിൽക്കുന്നവളുടെ ശരീരത്തിന്റെ അളവുകൾ എടുക്കുകയായിരുന്നു. അവൾ അവളെ നോക്കിക്കൊണ്ട് ഒരു വശ്യമായ ചിരിയോടെ അവൻ കട്ടിലിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു വാതിലിന്റെ അടുത്തേക്ക് നടന്നു. അവൾ വാതുക്കൽ തന്നെ നിന്നത് കണ്ട് ഒരു മന്ദഹാസത്തോടെ അഗ്നി കട്ടിലിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നത്. അവന്റെ കണ്ണുകൾ മുഴുവൻ അവളിൽ തന്നെയായിരുന്നു. ആ നോട്ടത്തിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അനുവിന് കാരണം പറയാൻ പറ്റാത്ത ഒരു ഭയം, ഒരു നാണം. ചിന്തകളിൽ മുഴുകി നിന്ന അനുവിന്റെ കയ്യിൽ നിന്ന് അവൻ പതിയെ പാൽ ഗ്ലാസ് വാങ്ങി പകുതി കുടിച്ച ശേഷം അവൾക്ക് നേരെ നീട്ടി. എന്നിട്ട് അവൻ പറഞ്ഞു, എടി, ഇന്ന് നമ്മുടെ ആദ്യ ദിവസമല്ലേ. അന്ന് നിന്നെ ശരിക്ക് കാണാൻ പോലും പറ്റിയില്ല. അതിൻ്റെ കുറവൊക്കെ ഇന്ന് നമുക്കങ്ങ് തീർക്കാം എന്നു പറഞ്ഞ് അഗ്നി പോയി വാതിലടിച്ചു. അനു അവിടെ തന്നെ ഒരു ശില്പം പോലെ നിന്നു. അഗ്നി തിരികെ വന്ന് അവളുടെ മുഖത്തേക്കടുത്തു. അവളുടെ വിറയൽ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ, പിന്നെ കവിളിൽ തലോടി. ആ സ്പർശത്തിൽ അവൾ ഒന്ന് പിടഞ്ഞു. പുറത്തെ മഴയുടെ ശബ്ദം കേൾക്കാൻ ഉണ്ടായിരുന്നു. ആ മുറിയിൽ 2 ഹൃദയമിടിപ്പുകൾ മാത്രം ബാക്കിയായി. അവരുടെ ആദ്യ രാത്രിയുടെ കഥ അവിടെ തുടങ്ങുകയായിരുന്നു. എന്നാൽ ഒരു ചെന്നായയുടെ കയ്യിൽ അകപ്പെട്ട പേടമാനായിരുന്നു അവൾ. വേദനയോടെ അവൻ അവളെ വീണ്ടും വീണ്ടും കാമിച്ചുകൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളിൽ നിന്നും വിട്ടകന്നു. ശരീരവും മനസ്സും ഒരുപോലെ നുറുങ്ങുന്ന വേദനയുടെ ആ പെണ്ണ് ആ 4 ചുവരുകൾക്കുള്ളിൽ കഴിച്ചുകൂട്ടി. എന്നാൽ മറ്റൊരിടത്ത് രചനയും രഹനയും ശ്രീകുട്ടിയെ കാശിയുടെ റൂമിന് വാതിക്കൽ കൊണ്ട് വിടുന്ന തിരക്കിലാണ്. അവിടെ ചിരിയോടെ നിൽക്കുന്ന ലക്ഷ്മിയമ്മയെ കണ്ടപ്പോൾ ശ്രീ ദയനീയമായി ഒന്ന് നോക്കി. എന്റെ ശ്രീകുട്ട, ഇങ്ങനെ നോക്കണ്ട. അമ്മയുടെ കുട്ടി അവന്റെ റൂമിലേക്ക് പോകാൻ നോക്കിക്കേ. അവൾ പിന്നെ വേറൊന്നും രക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ അപ്പച്ചിമാരുടെ കൂടെ നിന്നു. എന്റെ മോളെ, നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ, അവനൊന്നും പറയത്തില്ലെന്നേ. പിന്നെ നാളെ മുതൽ രമ്യമോളും ഇങ്ങി വരും, മോൾക്കൊരു കൂട്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവളുമായി സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലെത്തി. ശ്രീകുട്ടി, ഇതാണ് കാശിയുടെ റൂം. ഇനി മുതൽ നിന്റെയും. പിന്നെ മോളെ, നിനക്കറിയാലോ, അവൻ നല്ല ദേഷ്യക്കാരനാ. പക്ഷെ വേറെ ഒരു കുഴപ്പവും അവനെയും കൊണ്ടുണ്ടാവില്ല. പാവാന്നേ, വെറും പാവം. അതുകൊണ്ട് എൻ്റെ മോള് തഞ്ചത്തിൽ വേണം അവനോട് നിൽക്കാൻ. അതൊക്കെ എൻ്റെ കുട്ടിക്കറിയാം രചന. പിന്നെ ശ്രീകുട്ട, മിത്ര, അവള് കാശിയുടെ ചെറുപ്പം മുതലുള്ള കൂട്ടാണ്. വളർന്നപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലുമായി. അതുകൊണ്ട് പെട്ടെന്ന് മോളുമായി ഒരു കുടുംബജീവിതം അവന് പറ്റില്ല. അതുകൊണ്ട് മോള് കാത്തിരിക്കണം. അപ്പച്ചി പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലായോ? പിന്നെ മോളെ, നാളെ നമുക്ക് ഫാമിലി ഡോക്ടറെ ഒന്ന് കാണാൻ പോണം. അവിടെ ചെല്ലുമ്പോൾ മോളോട് കാശിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ഗുഡ് നൈറ്റ്. പേടിക്കണ്ട, എനിക്ക് പെട്ടെന്നെല്ലാം അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ജീവിതം എൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെടലാണ്. ഡീ, നിനക്ക് അവിടെ കിടക്കാം, നിലത്ത്. എൻ്റെ ഒരു സാധനത്തിൽ പോലും തൊടരുത്. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ നിന്നോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ഇവിടെ എൻ്റെ റൂമിൽ നിൽക്കുന്നത്. എൻ്റെ മിത്രയുടെ സ്ഥാനം അത് നിനക്കൊരിക്കലും കിട്ടില്ല. ഒരു വർഷം, ഒരേ ഒരു വർഷം, അത് മാത്രമാണ് നിനക്ക് ഈ വീട്ടിൽ കഴിയാനുള്ള സമയം. പിന്നെ നാളെ തന്നെ നമ്മൾ എൻ്റെ വില്ലയിലേക്ക് മാറും. നിന്റെ മനസ്സിൽ മറ്റു വല്ല ചിന്തകളും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞാൽ നിനക്ക് തന്നെ കൊള്ളാം.
ഒരു ഭാര്യ ചമഞ്ഞ് എൻ്റെ കാര്യം തിരക്കാൻ നീ വരണ്ട. അതുപോലെ ഞാനും വരില്ല. ബട്ട് നീ എൻ്റെ ഭാര്യയായിരിക്കുന്ന അത്ര കാലം ഞാൻ നിന്നെ ചതിച്ച് വേറെ ഒരാളുടെ കൂടെയും പോകില്ല. അത് നീയും പാലിക്കണം. മിത്ര, അവളെ ഒന്നിനു വേണ്ടിയും മാറ്റി നിർത്താനോ വേദനിപ്പിക്കാനോ എനിക്ക് കഴിയില്ല. എല്ലാം പറഞ്ഞവസാനിപ്പിച്ചു കാശി AC അഡ്ജസ്റ്റ് ചെയ്തു കിടന്നു. ശ്രീ നിലത്ത് ഒരോരം ചേർന്നു കിടന്നു. കാശി നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ മുറിയിൽ നിന്ന് ഒരു ഞെരുക്കവും മൂളലും എല്ലാം കേൾക്കുന്നത്. കാശി പതുക്കെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ നോക്കുമ്പോൾ കാണുന്നത് വെറും നിലത്തിരുന്ന് വിറയ്ക്കുന്ന പെണ്ണിനെയാണ്. അവളുടെ മുഖത്ത് നിഷ്കളങ്കതയിൽ ഒരു നിമിഷം അവൻ അറിയാതെ നോക്കു നിന്നുപോയി. അവളുടെ അവസ്ഥ കണ്ട് അവന് തന്നെ പാപം തോന്നി. നിലത്തെ തണുപ്പ് അവൻ ചിന്തിച്ചതിലും വലുതാണ് എന്ന് മനസ്സിലായപ്പോൾ കാശി കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി. അവൻ തന്റെ കൈകളിൽ അവളെ കോരിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. അവളുടെ ശരീരം ഐസ് പോലെ അയന്ന് അറിഞ്ഞ കാശിയൊന്ന് ഞെട്ടി. ഓ ഷിറ്റ്! ഈ മരപ്പട്ടിക്ക് തണുക്കുന്നത് പറയാൻ നാക്കില്ലേ? ഇതുപോലെ ഒരു സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാങ്കറ്റ് അവളുടെ ശരീരത്തിലേക്ക് അവൻ പുതപ്പിച്ചു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ കുറച്ചു നേരം ഇരുന്നു. മിത്ര എന്ന ചിന്ത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്നും മുഖം തിരിച്ചു. എന്നാൽ അവന്റെ മനസ്സിലേക്ക് സ്ത്രീ അവളുടെ മുഖം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനെയെല്ലാം മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുത്ത് അവനും ഉറക്കത്തിലേക്ക് വീണു. എന്റെ മഹാദേവ, ഇവളെ തൊടുമ്പോൾ മാത്രം എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പകലോർത്തത് ഇന്നലെ ഞാൻ അറിയാതെ എന്തെങ്കിലും കഴിച്ചതിൻ്റെയാകും എന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ അവളെ എൻ്റെ കൈകളിലല്ലേ എടുത്തത്. എന്നിട്ടും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാശി അവളെ ഒന്നുകൂടെ നോക്കി. എല്ലാ ആലോചനകളെയും അവസാനം അവനും ഉറക്കമായി അവളോടൊപ്പം. കാശിയാണ് രാവിലെ ആദ്യം ഉണർന്നത്. അവൻ്റെ കണ്ണുകൾ ആദ്യം തേടിപ്പോയത് അവളെയാണ്. അവൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന പെണ്ണിനെയാണ്. അവൻ കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് നോക്കിയതിന്